ഈ വിവാദങ്ങൾക്കിടെ PV അൻവർ MLA തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ട്. DGPയെ കണ്ടേക്കും എന്നാണ് ലഭിക്കുന്ന സൂചന. വിവരങ്ങളുമായി ഉമേഷ് ബാലകൃഷ്ണൻ നമുക്കൊപ്പം ചേരുന്നു. ഉമേഷ്, ഗുഡ് മോർണിംഗ്. ഇന്നിപ്പോൾ PV അൻവർ തലസ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ തവണത്തെ തലസ്ഥാനത്തെ സന്ദർശനം മുഖ്യമന്ത്രിയെയും പാർട്ടി സെക്രട്ടറിയെയും കണ്ടാണ് മടങ്ങിയത്. ഇക്കുറി മുഖ്യമന്ത്രിയെ കാണാനുള്ള സാധ്യതയുണ്ടോ? പാർട്ടി സെക്രട്ടറിക്ക് രേഖാമൂലം P ശശിക്കെതിരെയുള്ള പരാതി സമർപ്പിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നതെങ്കിലും പാർട്ടി സെക്രട്ടറി തലസ്ഥാനത്തില്ല എന്ന് മനസ്സിലാക്കുന്നു. PV അൻവറിന്റെ തലസ്ഥാനത്തെ നീക്കങ്ങൾ എങ്ങനെയാണ്? ഉമേഷ് ബാലകൃഷ്ണൻ. ഗുഡ് മോർണിംഗ് അരുൺകുമാർ. ഇന്ന് പുലർച്ചയോടുകൂടിയാണ് PV അൻവർ തിരുവനന്തപുരത്ത് എത്തിയത്. ഇപ്പോൾ തിരുവനന്തപുരത്ത് MLA ഹോസ്റ്റലിലാണ് PV അൻവർ ഉള്ളത്. 11 മണിക്ക് ശേഷമാണ് എത്ര മണിക്ക് DGPയെ കാണും എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത ലഭിക്കുക. DGPയെ നേരിട്ട് കാണണമെന്നുള്ള ആവശ്യം PV അൻവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ സമയം ലഭിച്ചിട്ടില്ല. കൃത്യമായ സമയം 11 മണിക്ക് ശേഷം അറിയാനാകും. ഇപ്പോൾ അദ്ദേഹം വിശ്രമത്തിലാണ്. നിലവിൽ പ്രധാനമായി കഴിഞ്ഞ 4 ദിവസം മുൻപാണ് DGക്ക് അദ്ദേഹം ഈ ആരോപണങ്ങൾ സംബന്ധിച്ചുള്ള മൊഴി നൽകിയത്. അത് കൂടാതെ മറ്റെന്തെങ്കിലും ആരോപണങ്ങളോ മറ്റെന്തെങ്കിലും തെളിവുകളോ DGPയുമായുള്ള കൂടിക്കാഴ്ചയിൽ അദ്ദേഹം കൈമാറുമോ എന്നുള്ളതാണ് ഏറ്റവും നിർണായകം. അദ്ദേഹം ഇന്ന് DGPയെ മാത്രമേ കാണുന്നുള്ളൂ എന്നാണ് വിവരം. ഒരുപക്ഷെ കഴിഞ്ഞ ദിവസം സ്വാമി സന്ദീപാനന്ദഗിരിയുടെ വീട്ടിലെ കാർ കത്തിക്കലുമായി ബന്ധപ്പെട്ടുള്ള പുതിയ വെളിപ്പെടുത്തൽ PV അൻവർ നടത്തിയിരുന്നു. അദ്ദേഹം നേരിട്ട് കാണാമെന്നുള്ള ഒരു വാഗ്ദാനവും നൽകിയിരുന്നു. ഒരുപക്ഷെ ആ കാര്യത്തിൽ സ്വാമി സന്ദീപാനന്ദഗിരിയുമായുള്ള ഒരു കൂടിക്കാഴ്ചയ്ക്കുള്ള സാധ്യതയുമുണ്ട്. എന്ന് തിരികെ പോകുമെന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. 4 ദിവസം മുൻപാണ് അദ്ദേഹം തിരുവനന്തപുരത്ത് നിന്ന് മടങ്ങിയത്. 2 ദിവസം തിരുവനന്തപുരത്തുണ്ടായിരുന്നു. മുഖ്യമന്ത്രിയെയും പാർട്ടി സെക്രട്ടറിയെയും കണ്ടിരുന്നു. പക്ഷേ അപ്പോൾ ADGP MR അജിത്കുമാറിനെതിരെയുള്ള പരാതികളും ആരോപണങ്ങളുമാണ് എഴുതി നൽകിയത്. പക്ഷേ P ശശിക്കെതിരെയുള്ള ആരോപണങ്ങൾ എഴുതി നൽകുക എന്നുള്ള കൃത്യമായ തീരുമാനത്തിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് തിരുവനന്തപുരത്ത് എത്തിയിരിക്കുന്നത്. MV ഗോവിന്ദൻ പക്ഷേ തിരുവനന്തപുരത്തില്ല, ഡൽഹിയിലാണ്. അദ്ദേഹം ഡൽഹിയിൽ നിന്ന് തിരിച്ചെത്തുന്ന സമയം കൂടി തീരുമാനിച്ച ശേഷമായിരിക്കും ഒരുപക്ഷെ തിരുവനന്തപുരത്ത് നിന്ന് മടങ്ങുന്നത്. ഇന്നിപ്പോൾ MLA ഹോസ്റ്റലിലുണ്ട്. 11 മണിക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ നീക്കങ്ങൾ സംബന്ധിച്ചുള്ള ഒരു വ്യക്തത ലഭിക്കും. അരുൺകുമാർ. ഉമേഷ് ബാലകൃഷ്ണൻ, PV അൻവർ എന്തായാലും ഈ യുദ്ധം അവസാനിപ്പിക്കാൻ സാധ്യതയില്ല. PV അൻവർ പ്രതീക്ഷിച്ചതുപോലെ ഈ ADGPക്കെതിരെയുള്ള നീക്കം അതങ്ങോട്ട് ഫലം കണ്ടിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇന്നലെ LDF യോഗത്തിന് ശേഷവും അത്തരം തീരുമാനങ്ങളൊന്നും പുറത്തു വന്നിട്ടുമില്ല. അതുകൊണ്ട് തന്നെ PV അൻവർ ഇന്ന് ലക്ഷ്യം വയ്ക്കാൻ പോകുന്നത് P ശശിയെ കൂടി ആയിരിക്കുമോ എന്നതാണ് രാഷ്ട്രീയ വൃത്തങ്ങളിലെ പ്രധാനപ്പെട്ട ചോദ്യം. കാര്യം അങ്ങനെ അത്ര പെട്ടെന്ന് യുദ്ധം അവസാനിപ്പിക്കുന്ന ഒരാളല്ല, ഒരു പോരാളിയല്ലല്ലോ PV അൻവർ. അപ്പോൾ PV അൻവർ DGPയെ കണ്ട് കൂടുതൽ തെളിവുകൾ കൈമാറുക, DGP ഇപ്പോൾ വിജിലൻസിൻ്റെ മൊഴി കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു നോട്ടീസ് നൽകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഓണത്തിന് മുമ്പ് ഇക്കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കണം എന്ന ഒരു വലിയ പ്രതീക്ഷയിലാണ് PV അൻവർ തലസ്ഥാനത്ത് എത്തുന്നത്, അല്ലേ? തീർച്ചയായും ഈ തലസ്ഥാനത്ത് വീണ്ടും, അതായത് 4 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം PV അൻവർ വീണ്ടും തലസ്ഥാനത്തെത്തിയത് കൃത്യമായ ലക്ഷ്യത്തോടു കൂടി തന്നെയാണ്. എന്തായിരിക്കും നീക്കം എന്നുള്ളതാണ് ഏറ്റവും നിർണായകം. DGPയെ കണ്ട് മറ്റെന്തെങ്കിലും നിർണായക തെളിവുകൾ, നേരത്തെ എഴുതി നൽകിയ പരാതി, മുഖ്യമന്ത്രിക്ക് എഴുതി നൽകിയ പരാതി DGPക്ക് കൈമാറിയിരുന്നു. അതുകൂടാതെ DIG നേരിട്ട് മണിക്കൂറുകളോളം നീണ്ട തെളിവെടുപ്പും മൊഴിയെടുപ്പും നടത്തിയിരുന്നു. അതുകൂടാതെ മറ്റെന്തെങ്കിലും തെളിവുകളുണ്ടോ, അതായത് ADGP MR അജിത്കുമാറിനെ അടിയന്തരമായി നടപടിയെടുക്കുന്ന തരത്തിലുള്ള ഏതെങ്കിലും തെളിവുകളുണ്ടോ, ആ തെളിവുകൾ കൈമാറുമോ തുടങ്ങിയ കാര്യങ്ങൾ പോലീസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് നിർണായകമാകും. അതുകൂടാതെയാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെ കാണുന്നത്. MV ഗോവിന്ദന് P ശശിക്കെതിരെയുള്ള പരാതികൾ എഴുതി നൽകുക എന്നുള്ളതാണ് ഈ കൂടിക്കാഴ്ചയുടെ ലക്ഷ്യം. നേരത്തെ തന്നെ MV ഗോവിന്ദൻ വ്യക്തമാക്കിയിട്ടുണ്ട്, പാർട്ടി നേതാവിനെതിരെ അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തകനെതിരെ ആര് പരാതി നൽകിയാലും അന്വേഷിക്കും. പക്ഷേ PV അൻവറിൻ്റെ പരാതിയിൽ അക്കാര്യങ്ങളില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായി എന്തൊക്കെയാണ് P ശശിക്കെതിരെയുള്ള ആരോപണങ്ങൾ, P ശശിക്കെതിരെ എന്തൊക്കെയാണ് തനിക്ക് നൽകാനുള്ള തെളിവുകൾ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ചേർത്ത് ഒരു കൃത്യമായി എഴുതി നൽകാനാണ് ഇപ്പോഴത്തെ തീരുമാനം. പക്ഷേ നേരിട്ട് കണ്ടായിരിക്കും സമർപ്പിക്കുക. അത് എങ്ങനെയാണ് MV ഗോവിന്ദൻ ഡൽഹിയിൽ നിന്ന് തിരിച്ചെത്തുന്നതിനനുസരിച്ചായിരിക്കും അത് എപ്പോൾ കൈമാറും തുടങ്ങിയ കാര്യങ്ങളിൽ ഒരു വ്യക്തത ലഭിക്കുക. എന്തായാലും PV അൻവർ പിന്നോട്ടില്ല. ഈ 4 ദിവസത്തിന് ശേഷം വീണ്ടും തിരുവനന്തപുരത്തേക്ക് എത്തിയിരിക്കുന്നു. തിരുവനന്തപുരത്ത് എത്തി തൻ്റെ ലക്ഷ്യം കൃത്യമായി അദ്ദേഹം പറഞ്ഞു. പോലീസ് സേനയെ അത് MR അജിത്കുമാറിലോ അല്ലെങ്കിൽ സുജിത് ദാസിലോ ഒതുങ്ങുന്നതല്ല. അദ്ദേഹത്തിൻ്റെ ആവശ്യപ്രകാരം മലപ്പുറം പോലീസിൽ നിർണായകമായ അഴിച്ചുമണി പോലീസ് നടത്തി. മുൻ പത്തനംതിട്ട SP സുജിത് ദാസിനെ സസ്പെൻഡ് ചെയ്തു. ഒപ്പം MR അജിത്കുമാറിനെതിരെ ഇപ്പോൾ ഒരു വിജിലൻസ് അന്വേഷണത്തിന് ശുപാർശയും ചെയ്തിരിക്കുന്നു. PV അൻവർ ഉയർത്തിയ വിഷയങ്ങളിൽ സർക്കാർ പ്രതികരിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് SP ആയ സുജിത് ദാസിനെ മാറ്റി നിർത്തി സസ്പെൻഡ് ചെയ്തു എന്നതാണ് ഏറ്റവും വലിയ നേട്ടം. രണ്ടാമത്തത് അദ്ദേഹത്തിൻ്റെ കണ്ണിലെ കരടായിരുന്ന മലപ്പുറത്തെ SP ശശിധരനെ സ്ഥലം മാറ്റിയിട്ടുണ്ട്. ഈ 2 കാര്യങ്ങളും നടന്നു. പക്ഷേ ബാക്കി ലക്ഷ്യം വെച്ചത് MR അജിത്കുമാറിനെയാണ്. പക്ഷേ അവിടേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല PV അൻവറിന്. PV അൻവറിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ഭാഗികമായ വിജയം മാത്രമേ ആവുന്നുള്ളൂ, അല്ലേ ഉമേഷ്?
അത്രയേ ഉള്ളൂ. കൃത്യമായി ഭാഗികമായ വിജയം. കാരണം എം ആർ അജിത്കുമാർ എപ്പോഴും ഏറ്റവും പവർഫുൾ, പോലീസിലെ ഏറ്റവും പവർഫുള്ളായ രണ്ടാമത്തെ പൊസിഷൻ, DGP കഴിഞ്ഞാൽ ഏറ്റവും പവർഫുള്ളായ രണ്ടാമത്തെ പൊസിഷനിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ക്രമസമാധാന ചുമതലയുള്ള ADGP എന്നുള്ള പവറിൽ സ്വാഭാവികമായി കേരളത്തിലെ മുഴുവൻ പോലീസ് സ്റ്റേഷനുകളെയും നിയന്ത്രിക്കുക, പോലീസ് സ്റ്റേഷനുകളുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുക, ക്രമസമാധാന സംബന്ധിച്ച ഏറ്റവും നിർണായകമായ തീരുമാനങ്ങൾ എടുക്കുക തുടങ്ങിയവയെല്ലാം ഇപ്പോഴും എം ആർ അജിത്കുമാറിൻ്റെ ചുമതലയിൽ തന്നെയാണ്. അത് മാറ്റുക, അത് മാറ്റി നിർത്തിക്കൊണ്ടുള്ള അന്വേഷണം നടത്തുക എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ PV അൻവർ ഏറ്റവും പ്രധാനമായി ഉന്നയിക്കുന്നത്. നേരത്തെ തന്നെ DGPയുടെ നേതൃത്വത്തിൽ അന്വേഷണ സംഘം രൂപീകരിച്ചിരുന്നു. പക്ഷേ അന്വേഷണ സംഘത്തിൽ എം ആർ അജിത്കുമാറിനെ നേരിട്ട് റിപ്പോർട്ട് ചെയ്യേണ്ട 2 ഉദ്യോഗസ്ഥർ കൂടി ഉൾപ്പെടുന്നു. അത് അന്വേഷണത്തെ ബാധിക്കുമെന്ന് PV അൻവർ കൃത്യമായി പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ആ ചുമതലയിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ടുള്ള അന്വേഷണം നടത്തണമെന്നുള്ള കൃത്യമായ നിലപാട് PV അൻവറുണ്ട്. അത് കൃത്യമായി ഉന്നയിക്കും. അതിനുവേണ്ട തെളിവുകൾ, ഏതെങ്കിലും അഡീഷണൽ തെളിവുകൾ, പുതിയ ആരോപണങ്ങൾ ഉണ്ടോ എന്നുള്ളതാണ് ഇന്ന് DGPയുമായുള്ള കൂടിക്കാഴ്ചയിൽ നിർണായകമാകുന്നത്.